മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് മഹിയുടെ ഓർഡറും ആജ്ഞയൊന്നും അനുസരിക്കാൻ വയ്യാത്തതിൻ്റെ ദേഷ്യത്തിന് കരുണയാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്നും മഹിയെ താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ശേഷം മഹിയെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് എത്രയും പെട്ടെന്ന് കമലേശ്വരത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്ന് അഭയം തേടിയിരിക്കുകയാണ് കരുണ. ഇന്ന് അവളുടെ വിരക്കത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായ മോഹിനിയമ്മ കാര്യം തിരക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും കണ്ണൻ്റെയും അതുപോലെ മഹിയുടെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നതിനേക്കാളും ഭേദം ജയിൽ തന്നെയാണ്. അതിനർത്ഥം ഇവള് ജയിലിൽ പോകാൻ എന്തെങ്കിലും മാർഗം ഒപ്പിച്ചെന്നായിരിക്കുമോ എന്ന് മോഹിനിയമ്മ മനസ്സിൽ ചിന്തിച്ചിട്ട് മഹിയെ നിരന്തരം വിളിക്കുന്നു. പക്ഷേ കോൾ എടുക്കുന്നില്ല. അതോടെ മോഹിനിയമ്മയ്ക്ക് ആദി കൂടുന്നുണ്ട്. പക്ഷേ കരുണ വന്ന സമയത്ത് കരുണാലയത്തിൽ മുത്തശ്ശിയും പ്രതാപനും ഇല്ലാത്തത് കൊണ്ട് തന്നെ സങ്കടം പറയാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ആശ്വസിപ്പിക്കാനൊന്നും കരുണയെ സംബന്ധിച്ച് ആരുമില്ല. മോഹിനിയമ്മയെ സംബന്ധിച്ച് രണ്ടുപേരും സ്വന്തം മക്കളാണ്. അപ്പോൾ ഒരാളെ ദ്രോഹിച്ചിട്ടാണ് മറ്റേ ആൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയുള്ളെന്ന് കരുണയ്ക്ക് വ്യക്തമായിട്ടറിയാം. അതേസമയം മഹിയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞ് മോഹിനിയമ്മയാണെങ്കിൽ കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണനെ വിളിക്കുമ്പോഴത്തേക്കും കണ്ണൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ജോലി ചെയ്യാനുള്ള മടിക്ക് അവൾ മഹാലക്ഷ്മിയെ മേലത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. അത് കേട്ട് മോഹിനിയമ്മ ആകെ പേടിക്കുന്നുണ്ട്. കാരണം നിറമാസമായ പെൺകുട്ടി താഴേക്ക് വീണു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഒരുപോലെ ആപത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ, ഇപ്പം നിങ്ങൾ എവിടെയാണ് കണ്ണ, ഏത് ഹോസ്പിറ്റലാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും പറയാറായിട്ടില്ല. മഹിയ ഇപ്പോൾ ICUലാണ്. പിന്നെ എലിസബത്ത് ഡോക്ടറും തോമസ് സാറൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ മഹിയുടെ കണ്ടീഷൻ എന്താണെന്ന് പോലും അവരെന്നെ അറിയിക്കുന്നില്ല. മോൻ വിഷമിക്കേണ്ട, മഹിക്കും കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കില്ല. എൻ്റെ കുഞ്ഞിനോട് ദ്രോഹം കാണിച്ചതിന് ശേഷമാ അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ. കരുണ അവിടേക്ക് വന്നു മോനെ. അവളുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയ ഞാൻ മഹിമോളെ വിളിച്ചു നോക്കിയത്. പക്ഷേ കോൾ എടുക്കാഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു എന്ന് പറഞ്ഞ് മോഹിനിയമ്മയാണെങ്കിൽ സംസാരിച്ച് കോൾ കട്ട് ചെയ്യുന്നു. അതേസമയം മഞ്ജുവും അതുപോലെ അനന്തവും ലേഖയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. മഹിക്ക് പറ്റിയ ഈ ഒരു ദുരന്തം ലേഖയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറം സങ്കടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അനന്തു ആണെങ്കിൽ കണ്ണനെയും അതുപോലെ മഹിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. സ്വത്തിനും പണത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആ ഒരു ആൾക്കാരുടെ കൂട്ടത്തിലേക്കാണ് 2 പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ കൂട്ടി കണ്ണൻ ചെന്നത്. മാത്രമല്ല സത്യങ്ങളതറിഞ്ഞ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവളെ നല്ല പെൺകുട്ടിയാക്കാൻ, അച്ചടക്കമുള്ള പെൺകുട്ടിയാക്കാനും കൂടി ശ്രമിച്ചിരിക്കുന്നു. അതിൻ്റെ കലിക്ക് തന്നെയാണ് കരുണ മഹിയോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിനും കുറ്റപ്പെടുത്തുകയാണ്. അതേസമയം തോമസ് സാറാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എലിസബത്ത് ഡോക്ടറിനെ കണ്ടിട്ട് കാര്യം തിരക്കുന്നു. സഹോദരി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തോമസ് സാറിനോട് വ്യക്തമാക്കി പറയുന്നു. മഹിയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള മാർഗം നോക്കണം എന്ന് പറയുമ്പം എലിസബത്ത് ഡോക്ടർ പറയുന്നുണ്ട്, 2 പേരെയും കൂടി രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ചായ. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്ന അവസ്ഥയാണ്. അവരുടെ കാര്യം ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തോമസ് സാർ ആകെ പേടിക്കുന്നുണ്ട്. അപ്പം തോമസ് സാർ വരുന്നതും അല്ലെങ്കിൽ എലിസബത്ത് ഡോക്ടറും തോമസ് സാറും പറയുന്ന മറുപടിക്കായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് മഞ്ജുവും അതുപോലെ അനന്തവും ലേഖയും കണ്ണനും ഒക്കെ. അപ്പോൾ കണ്ണൻ വന്ന് തോമസ് സാറിനോട് ചോദിക്കുന്നു, എൻ്റെ മഹിക്ക് എന്ത് പറ്റി, അവൾക്ക് യാതൊരു ആപത്തും പറ്റില്ലല്ലോ, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാ മോനെ, നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണൻ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് തോമസ് സാർ കണ്ണനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. അപ്പം വിട്ട് പൊട്ടിക്കരയുവാണ് നമ്മുടെ കണ്ണൻ. അതേസമയം കരുണ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചിട്ടാണ് അഭയത്തിനായി കരുണാലയത്തിലേക്ക് വന്നെന്നുള്ള കാര്യം മോഹിനിയമ്മ അറിഞ്ഞ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എടി, നീ ഇത്രയും വലിയ ദുഷ്ടത്തരം ചെയ്തിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മോഹിനിയമ്മ അലറി ചോദിക്കുന്ന സമയത്ത് കരുണയ്ക്ക് അറിയേണ്ടത് അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ, മുത്തശ്ശിയോടും പ്രതാപനോടും ചോദിക്കുന്ന അതേ ലാഘവത്തിലാണ് മോഹിനിയമ്മയോട് ചോദിക്കുന്നത്. അപ്പം 2 പേർക്കും എന്തെങ്കിലും സംഭവിച്ചോ, ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും മോഹിനിയമ്മ കലി കൊണ്ട് ഉറഞ്ഞു തുള്ളി കൈ വീശി ഒരൊറ്റ അടി കരുണയുടെ ചെകിടത്തിട്ട് കൊടുക്കുന്നുണ്ട്. അടി കൊണ്ട് ആകെ ഷോക്കായി തകർന്നു നിൽക്കുന്ന കരുണയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴയ്ക്കുവാണ് മോഹിനിയമ്മ അവിടെ. എത്രയൊക്കെ പിണക്കം ഉണ്ടെന്ന് പറഞ്ഞാലും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ എൻ്റെ കുഞ്ഞ് നിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അതിന് എൻ്റെ കുഞ്ഞിനോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യാൻ എങ്ങനെ തോന്നിയടി? ഒന്നുമില്ലെങ്കിൽ നീയും അവളും എൻ്റെ വയറ്റിൽ നിന്നും ഉണ്ടായതല്ലേ, നിൻ്റെ സ്വന്തം ചേച്ചിയല്ലേ അവളെന്നൊക്കെ ചോദിച്ച് മോഹിനിയമ്മ തല്ലുന്ന സമയത്ത് കരുണയ്ക്കൊന്നും പറയാനാകുന്നില്ല.
അച്ഛനും മുത്തശ്ശിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു മാറ്റാനും ആരുമില്ല. ആദ്യമായിട്ടാണ് മോഹിനിയമ്മ കരുണയെ തല്ലുന്നത്. കാരണം അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ വെച്ച് അവളിന്ന് വാക്കുകൊണ്ട് ശകാരിക്കാൻ പോലും അവർ രണ്ടുപേരും അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ എല്ലാ കുറ്റവും കുറവും കരുണയുടെ സ്വഭാവത്തിലുണ്ട് താനും. അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. മഹിയുടെ ജീവൻ ആപത്തൊന്നും കൂടാതെ തിരികെ കിട്ടും. അതുപോലെ കുഞ്ഞിൻ്റെ ജീവനും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. കാരണം സിദ്ധിയായ മുത്തശ്ശി മാർക്കോയോട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയായിരിക്കും മഹിയുടെ പ്രഗ്നൻസി കാലഘട്ടം കടന്നു പോകുന്നത്. എങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് മഹി ജന്മം നൽകുമെന്നും സന്തോഷത്തോടെ ഉള്ള അവരുടെ ജീവിതത്തിന് അത് കാരണമാകുമെന്നൊക്കെ പറഞ്ഞിരുന്നുവല്ലോ. കാത്തിരിക്കാം.